ഫിലിപ്പ് ഫ്രാൻസിസിലേക്ക് നമ്മൾ വരുന്നു. രവീന്ദ്രൻ മാഷെ ഗായത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഒരുപക്ഷെ ഗായത്രിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു വഴിത്തിരിവാണ്, ഒരു ജംഗ്ഷനായിരുന്നു, ഇതുപോലൊരു ജംഗ്ഷനായിരുന്നു. ഗായത്രി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, രവീന്ദ്രൻ മാഷ് ഒരു ബ്രേക്ക് തരുമെന്നും അല്ലെങ്കിൽ ഒന്നുമില്ല. എന്തായിരുന്നു ആ കൂടിക്കാഴ്ച, എങ്ങനെയായിരുന്നു? ഞാൻ വെക്കേഷന് വന്നു, പൂന ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഫിലിപ്പേട്ടനാണ് അരയന്നങ്ങളുടെ വീടിനെ അസിസ്റ്റ് ചെയ്യണത് രവീന്ദ്രൻ മാഷ്. അപ്പൊ എന്നെ വിളിച്ചോണ്ട് നീ സ്ഥലത്തുണ്ട് അല്ലേ, വാ നമുക്ക് രവീന്ദ്രൻ മാഷെ വെറുതെ പോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞു. ഞാനൊരു വേറെ വേൾഡിലാണ് ആ സമയത്ത്, ഹിന്ദുസ്ഥാനി വേൾഡിലാണ്. എനിക്ക് ഫിലിമായിട്ട് ഒരു കണക്ഷനും ഇല്ല. 3 വർഷമായിട്ട് ഞാൻ മലയാളം പാട്ടുകളെ കേട്ടിട്ടില്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ വേറൊരു സ്പേസിലാണ്. അപ്പൊ മാഷെ കണ്ടു. മാഷ് ഹിന്ദുസ്ഥാനി പഠിക്കാൻ ഓൾ ദ വേ പൂനെയിലേക്ക് പോയോ എന്ന് മാഷ്ക്ക് ഭയങ്കര അതിശയമായിരുന്നു. മാഷിങ്ങനെ ഹാർമോണിയം വെച്ചിരുന്ന് പറഞ്ഞു എന്തെങ്കിലും പാടാൻ പറഞ്ഞു. ഞാനൊരു ബന്ദിഷ് പാടി. ഇങ്ങനെ ഒരു രാഗത്തിലൊരെണ്ണം പാടി. അപ്പൊ മാഷും കൂടെ പാടി. അങ്ങനെ കുറെ നേരം ഞങ്ങൾ വെറുതെ ഇരുന്ന് പാടി. വെറുതെ മാഷ് കുറച്ച് ഹമ്മിങ് പാടും, ഞാൻ കുറച്ച് ഹമ്മിങ് പാടും. എന്നിട്ട് മാഷ് ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ലോഹിതദാസ് സാറും ഉണ്ട് അവിടെ, നമുക്ക് വൈകുന്നേരം ടേക്ക് പോയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു പൊട്ടിയായിട്ടിരിക്കുക. അപ്പൊ വൈകുന്നേരം നേരെ ടേക്ക് എടുക്കാണ് ദീനദയാലു രാമ എന്നുള്ള പാട്ട്. എനിക്കറിയില്ല അത് ദാസേട്ടനൊപ്പമുള്ള ഡുവറ്റാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പാടി, എന്റെ പാട്ട് പാടിപ്പോയി. ഇടയിലൊരു ഇംപ്രവൈസേഷൻ ഉണ്ട്, അത് ഞാൻ കമ്പോസ് ചെയ്തതാണ്, ഞാൻ ഇംപ്രവൈസ് ചെയ്തതാണ്. എനിക്ക് അതിനുള്ള ധൈര്യം എങ്ങനെ വന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഇത്ര സീനിയർ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇരിക്കണം. മാഷ് ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ്. മാഷ് കാരണം അന്ന് പേടിയില്ല, ഒന്നുമില്ല. ഞാൻ ആ നാച്ചുറലായി പോയി പാടുന്നു. പാടിക്കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് 1001 രൂപ തന്നു ഫീസായിട്ട്. എന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കൽ വലിയൊരു സിംഗർ ആവും എന്ന് പറഞ്ഞു, മെനി മോർ ടു കം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോ പിന്നെ അത് കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ദാസേട്ടനൊപ്പമുള്ള ഡുവറ്റാണ്, മമ്മൂട്ടി മൂവി. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പ്ലേ ബാക്ക് സിംഗർ ആവുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, സത്യം പറഞ്ഞു. ഗായത്രി, ആ പാട്ടില്ലാതെ ഒരു പക്ഷേ ഇന്റർവ്യൂ മുമ്പോട്ട് പോവില്ല. ശരിയാ. जय सीता वल्लभ रामा, श्रित जन पालक रघुपति राघव, श्रित जन पालक रघुपति राघव, पीतांबर धर पावन रामा, दीन दयालु रामा, जय सीता वल्लभ रामा रामा. ഗായത്രിയുടെ ജീവിതത്തിലൊരു ബ്രേക്കാണിത്. രാമൻ ഈ രൂപത്തിൽ വരുമെന്നുള്ളത് ഗായത്രി പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ പാട്ട് ഉള്ള സിനിമ വരുന്നു, ഗായത്രിയുടെ ഫെയിം വർദ്ധിക്കുന്നു. ഗായത്രിക്ക് എന്താ തോന്നിയത്? ടോപ്പ് ഓഫ് ദ വേൾഡ്. ഇത് ആക്ച്വലി സ്ക്രീനിൽ കണ്ടു. അപ്പൊ ഇൻട്രൊഡ്യൂസിങ് ന്യൂ സിംഗർ എന്ന് പറഞ്ഞിട്ട് ആദ്യം സിനിമ തുടങ്ങണേന്നുണ്ട്. അപ്പം ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിഗ് ഹൈ, ഒരു വലിയൊരു ഹൈ തന്നെയാണ്. മമ്മൂട്ടി മൂവി, ലക്ഷ്മി ഗോപാൽ സ്വാമിയുടെ ഫസ്റ്റ് സിനിമയാണ്, എന്റെ ഫസ്റ്റ് സിനിമയാണ്. ഞങ്ങളുടെയും ഒരു സോൾ ടു സോൾ കണക്ഷൻ തുടങ്ങുന്നത് ആ മൂവി വെച്ച്. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോ ഇറ്റ്സ് എന്താ പറയാ, ഒരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്യാതെ ഒരു കാര്യങ്ങൾ നടക്കുന്നു, നമ്മുടെ കൺട്രോളിലെല്ലാം ഒന്നും ദൈവം പലതും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നു. ഗായത്രിക്ക് ഫസ്റ്റ് ഒരു കോംപ്ലിമെന്റ് കിട്ടിയാരാണ്? ഇൻഡസ്ട്രിന്നോ? ഇൻഡസ്ട്രിന്ന് എനിക്ക് തോന്നുന്നത് സത്യൻ സാറാണ്. കാരണം പിന്നെ ഈ പാട്ട് കേട്ടിട്ടാണ് സത്യൻ സാറും ഗിരീഷ് സാറും പിന്നെ എന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പാടാൻ വിളിക്കുന്നത്, പിന്നെ സിനിമകൾ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയില് ആദ്യം ഒരു പക്ഷേ കോംപ്ലിമെന്റ്. ഈ പാട്ടിലൂടെയാണ് ഇളയരാജ പോലും ഗായത്രിയെ ശ്രദ്ധിച്ചത്. അതെ, വിദ്യാസാഗർ സാറ്, വിദ്യാസാഗർ, ഇളയരാജയൊക്കെ ശ്രദ്ധിക്കുന്നു. അതെ അതെ.
ഇളയരാജ ഒരുപാട് എക്സ്പോഷർ ഗായത്രിക്ക് കൊടുത്തു. ഇളയരാജയുടെ സിംഫണിയിലൊക്കെ വരുന്നു. അങ്ങനെ ഗായത്രി എന്താ പറയാ ഒരു ദേശീയ റഡാറിൽ വരികയാണ്. ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് ഇളയരാജുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന്റെ അനുഭവം എന്താണ്? രാജാ സാറായിട്ടുള്ള ആക്ച്വലി രാജാ സാറ് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ എനിക്ക് പറഞ്ഞു വരുമ്പോ എനിക്ക് കുറെ കൂടി ഒരു ഇന്റിമിഡേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ, ഉദ്ദേശിച്ച സാധനം തന്നെ വരണം. അപ്പൊ അങ്ങനെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അങ്ങനെ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പായിട്ട് അതിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഗായത്രി, ഈ സംഗീത സംവിധായകന്മാരുടെ കയ്യിലാണ് ഇപ്പൊ പാട്ടുകൾ ഇരിക്കുന്നത്. പണ്ടൊക്കെ ഒരുപക്ഷെ ഒരു ഗായകന് ഗായിക്ക് ഒരു പ്രത്യേകമായ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം യേശുദാസിന്റെ പാട്ട് അല്ലെങ്കിൽ തുല്യം സംഗീത സംവിധായകനോടോ ലിറിസിസ്റ്റിനോടോ തുല്യമായിട്ടുള്ള ഒരു പദവി ഗായിക്കോ അല്ലെങ്കിൽ ഗായകനോ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ഉരുത്തിരിയുന്ന കാലഘട്ടത്തിൽ സംഗീത സംവിധായകന്റെ ഒരു ഉൽപ്പന്നമായിട്ട് പാട്ട്. അതെ. മെയിൻ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഒന്നാമത് CDസിന്റെ മാർക്കറ്റ് ഇല്ലാതായി. ആരും കാസറ്റ്സ് വാങ്ങിക്കുന്നില്ല. പഴയ കാലത്ത് റേഡിയോയിൽ പേരുകൾ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പൊ റേഡിയോയിൽ സിംഗേഴ്സിന്റെ പേര് അനൗൺസ് ചെയ്യുന്നില്ല. അപ്പം ഒരു ഇൻസിഗ്നിഫിക്കന്റ് റോളിലേക്ക് ആയി തുടങ്ങി. ടിവിയിൽ ഒരു പാട്ട് വന്നാലേ പാട്ട് ഹിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പാടിയ എത്രയോ നല്ല പാട്ടുകൾ നോട്ടീസ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്, ടിവിയിൽ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട്. ടിവിയിലും ഒരു പാട്ട് വരുമ്പോൾ സിംഗറിന്റെ പേര് എഴുതുന്നില്ല. ഇതൊക്കെ പല ഘടകങ്ങളാണ്. മാത്രമല്ല ഗായത്രി, ടെക്നോളജി ഒരു സംഗീതമുണ്ടാക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസിൽ ഒരു ഘടകം മാത്രമായിട്ട് ശബ്ദം മാറുകയാണ്. അതെ, അങ്ങനെയായി മാറി. ഇത് ഗായത്രി എന്നുള്ളൊരു സംഗീതജ്ഞയ്ക്ക് ഇത് ഒരുപാട് വീർപ്പുമുട്ടലും ഈർഷ്യ ഉണ്ടാക്കുന്ന പ്രവണതയാണ്. എല്ലാ സിംഗേഴ്സിനും വിഷമമുള്ള ഒരു കാര്യമാണത്. പക്ഷെ നമ്മൾ അത് ആലോചിച്ച് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. കാലം മാറുമ്പോൾ പലതും മാറിക്കൊണ്ടിരിക്കും. യു ഹാവ് ടു ആക്സെപ്റ്റ് ദ ചേഞ്ച്. അപ്പൊ ഇതിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രമം. അപ്പോ ഇതിന് ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫിലിമിനെ മാറ്റി നിർത്തിയിട്ട് ഒരു വേറെ ആർട്ട് ഐഡന്റിറ്റി ഉണ്ടാകും. സംഗീത സംവിധായകന്റെ ഒരു സ്വേച്ഛാധിപത്യമാണ് ഇങ്ങനെ ഇപ്പൊ സിനിമാ പാട്ടുകളുടെ കാര്യത്തിൽ നടക്കുന്നതാണ് തോന്നുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ സിംഗേഴ്സിന് ഓഫ് കോഴ്സ് ഒരു വലിയ റോൾ ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോഴും ലൈവ് ഷോസിന് സിംഗേഴ്സിന്റെ പാട്ടില്ലാണ്ട് നടക്കില്ലല്ലോ. അപ്പൊ ലൈവ് ഷോസിന് നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോ ഞാൻ തന്നെ പാടിയ പല പാട്ടുകളും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ വന്നിട്ട് ദേ റിമെമ്പർ ഇറ്റ്. അതാണ് എനിക്ക് അത്ഭുതം. ഞാനതൊക്കെ ആൾക്കാർ മറന്നുപോയെന്ന് വിചാരിക്കുന്ന പല പാട്ടുകളും എത്രയോ ആൾക്കാർ വന്നിട്ട് അയ്യോ എനിക്ക് എന്തേ നീ കണ്ണാ കേട്ട് കഴിഞ്ഞാൽ കരച്ചിൽ വരും, എന്റെ കുട്ടിയെ ഉറക്കുന്നത് ചാഞ്ചാടി കേട്ടിട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കാട്ട് നമ്മളെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യം. സംസ്ഥാന അവാർഡ് മേടിച്ചു തന്ന പാട്ട് അതല്ലേ എന്തേ നീ കണ്ണ? എന്തേ, നമുക്ക് ആ പാട്ടൊന്ന് പാടാലോ? ഓക്കെ, ആദ്യം ഗായത്രി വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. എന്തായാലും ഈ പാട്ട് നമുക്ക് ഒന്ന് പാടണം. ഇനിയും പാടണല്ലേ? ഇനിയും പാടണം. അതെ. നിരഗമ പാരഗരെ സനി സനിദ നിരഗമ നീര നീര പമന പമഗരെ ഗരെ സനിദ നിരഗ രെ മാരെ ഗസ എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം എന്തേ നീ കൃഷ്ണ എന്നെ നീ കണ്ടില്ല ഇങ്ങു കഴിയുന്നു പാവമീ ഗോപിക എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം
2003 സംസ്ഥാന അവാർഡ് ഗായത്രിക്ക് നേടിക്കൊടുത്തൊരു പാട്ട്. ഈ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവാർഡ് കിട്ടിയ ശേഷം എന്തോ ദാസേട്ടൻ എന്തോ പറഞ്ഞിട്ട് ദാസേട്ടൻ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. എന്നിട്ട് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെന്റൻസ് പറഞ്ഞു. പലരും കോഫി പൈസ കൊടുത്ത് വാങ്ങിക്കും കടയിൽ പോയിട്ട്, നിനക്ക് അങ്ങനെയല്ല, നീ ബെഡിൽ കിടന്നു, ബെഡ് കോഫി നിന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഒരു മലയാള പരിഭാഷ എങ്ങനെയായിരിക്കും? അതായത് പലരും പൈസ കൊടുത്ത് അവാർഡ് മേടിക്കുന്നു, പക്ഷെ ഗായത്രി പൈസ കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു അല്ലേ? ഗായത്രി ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. ഒരുപാട് പേരുണ്ട്, അങ്ങനെ നമുക്ക് ഒരു ആളെ എടുത്തു പറയാം. ഒരാളുടെ പേര് ഞാൻ പറയും, ഗായത്രിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ. എനിക്കിഷ്ടമില്ലാത്ത ആരുമില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് ഗായത്രി തന്നെ ചിരിച്ചേ. ഞാൻ ഒന്നും പറഞ്ഞതിന് മുമ്പ് ഗായത്രി തിരിച്ചു. ആരെ ഇഷ്ടമില്ലാത്ത? എനിക്ക് ആരെ ഇഷ്ടമില്ലാത്തില്ല. ഒന്ന് ഇഷ്ടമുള്ള ആരാണ്? ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇഷ്ടമില്ലാത്ത ആരാണ്? ആരുമില്ല. ഇവിടെ ആദ്യം ഇന്റർവ്യൂ തുടങ്ങിയപ്പോ ഒരു കാര്യം പറഞ്ഞത്, സത്യം സത്യം സത്യം, ഞാൻ സത്യമേ പറയുള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത ആരുമില്ല. ഉറപ്പാണ്? ഉറപ്പാണ്. ദേഷ്യം തോന്നിയ ആൾക്കാരുണ്ട്? ദേഷ്യം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ വര വരക്കില്ലേ? ദേഷ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് കളഞ്ഞു പോകുന്ന വികാരമാണ്. പെട്ടെന്ന് അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും ഒരാളുടെ അടുത്തും ഗ്രഡ്ജ് ഒരിക്കലും വെക്കാം. അപ്പൊ ദേഷ്യം വന്ന സംഗീത സംവിധായകനാണ്. ഇപ്പൊ അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്ത് പറ്റി? അതിന്റെ എല്ലാ കാര്യങ്ങളും പറയാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഒന്ന് സ്ട്രൈറ്റ് ചോദിക്കൂ. ഞാൻ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഗായത്രി. എനിക്ക് ഗായത്രിയുള്ള ബഹുമാനത്തിന്റെ കാരണം വെച്ചാൽ ഗായത്രി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പൊ ചോദിക്കൂ, ഞാൻ റിപ്ലൈ പറയാം. ഞാൻ ചോദിക്കുന്നില്ല. എന്ന കാരണത്തിൽ അസുഖകരമായ ചോദ്യങ്ങൾ ഞാനിപ്പോ ചോദിക്കുന്നു. ആരെങ്കിലും ചോദിക്കട്ടെ. ഹായ് ചേച്ചി, ഞാൻ മീര. ഞാൻ ഗന്ധർവ സംഗീതം കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഞാനിപ്പോഴും മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ സോങ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ചേച്ചി ഈയിടയ്ക്ക് പറഞ്ഞിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിംഗേഴ്സിന് നമ്മുടെ ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സൊന്നും അവസരങ്ങൾ കൊടുക്കുന്നില്ല, കൂടുതലും ഇപ്പൊ ശ്രേയ ഘോഷലിനെ പോലെയുള്ള അന്യഭാഷ സിംഗേഴ്സിനാണ് അവസരങ്ങൾ കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിലെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? ചേച്ചിക്ക് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കൊള്ളാമല്ലോ. ഞാൻ വല്ല സെലിബ്രിറ്റീസ് ആയിരിക്കും ഈ ചോദ്യം ചോദിക്കാന്നാണ് വിചാരിച്ചത്. ഒരു സെലിബ്രിറ്റി ഗായത്രിയോട് ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറില്ല. They all love me a lot. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. ബേസിക്കലി ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, there's a huge difference of treatment എന്നാണ് ഞാൻ പറഞ്ഞത്. ഡിഫറൻസ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ എല്ലാവർക്കും ബോർഡറിന് പുറത്ത് വരുന്നവർക്കോട് ഒരു ഫാസിനേഷൻ ഉണ്ട്. അപ്പം പേയ്മെന്റിന്റെ കാര്യത്തിലായാലും, ഇതിലിപ്പോ ഞാൻ മീഡിയനെ പറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതൊന്നും മീഡിയ കൺവീനിയന്റ്ലി ഞങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതെ ഞാൻ പറയുന്നത്. അപ്പം ഇന്നിപ്പോ അത് കൊടുക്കാനുള്ള. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഇപ്പം ഗായത്രി ഇവിടെ ഇരുന്ന മീഡിയയെ കുറിച്ച് എന്ത് തെറി പറഞ്ഞാലും ഞാൻ ഒരു വരി പോലും എഡിറ്റ് ചെയ്യാതെ കൊടുത്തിരിക്കും. ആ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ശ്രേയയുടെ ബിഗ്ഗസ്റ്റ് ഫാനാണ്. ലൈക്ക് എവ്രിബഡി. ഞാൻ ശ്രേയ ഘോഷാലിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് പോലും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. ഇപ്പൊ എനിക്കത് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരള ബോർഡർ വിട്ട് വരുന്നവർക്ക് ഒരു ഭയങ്കര അഡ്മിറേഷൻ, അതുമാതിരി ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടും ഒരു ഫാസിനേഷൻ. അതിപ്പം ഇൻഡസ്ട്രിയുടെ കാര്യത്തിലായാലും മീഡിയയുടെ കാര്യത്തിലായാലും, ഏത് മീഡിയ അവാർഡ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും എപ്പോഴും എന്താ പറയാ, പ്രൈം സ്ലോട്ട് പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കുക നോർത്ത് നിന്ന് വന്ന സിംഗേഴ്സിനാണ്. ഇതിൽ പലരും CD ഇട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയാ, കസേരയൊക്കെ കാലിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലേബാക്ക് സിംഗേഴ്സ് വന്ന് വല്ല ഡുവറ്റ് പാടും. അപ്പൊ ഇത് മീഡിയ അവാർഡ്സിന്റെ കാര്യത്തിലായാലും പ്ലേബാക്കിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, പ്ലേബാക്കിന്റെ കാര്യത്തിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യില്ല. ഞാൻ അങ്ങനെ പറയുന്നത് എല്ലാ സിംഗേഴ്സിനും സ്ലോട്ട് വേണം. പക്ഷേ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, പേയ്മെന്റിന്റെ കാര്യത്തിലായാലും there's a huge difference. പലപ്പോഴും ഇവിടുത്തെ സിംഗേഴ്സിനെ ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആണ്.